ബിഷപ്പിനൊരു വിളിയുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ബിഷപ്പിൻ്റെ വിളി അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. മനസ്സിലായ? ആ ബിഷപ്പിൻ്റെ വിളിയാണ് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ ചോറ് കൊടുക്കാൻ നിൽക്കുന്നത്. ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് ആ 38 ദിവസങ്ങൾ. വിശപ്പിൻ്റെ ഓർമ്മകളിൽ ഷംസുദ്ദീൻ എന്നും അന്നമൂട്ടുന്നു. എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ ഷംസുദ്ദീൻ കൈരളി ജംഗ്ഷനിൽ മഞ്ചിറ റോഡിന് സമീപമെത്തും. അവിടെ ഷംസുദ്ദീൻ വരവും കാത്ത് വിശക്കുന്ന വയറുകൾ നിൽക്കുന്നുണ്ടാകും. അവരുടെ കൈകളിലേക്ക് ഭക്ഷണപ്പൊതി കൈമാറിയ ശേഷമേ ഷംസുദ്ദീന് മറ്റൊരു പരിപാടിയുള്ളൂ. കഴിഞ്ഞ 1211 ദിവസത്തിലധികമായി ഇദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് വിശക്കുന്നവർക്കുള്ള പൊതിച്ചോറ് കൈമാറൽ. ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഷംസുദ്ദീൻ എല്ലാ ദിവസവും മുടങ്ങാതെ എത്തി ഭക്ഷണം കൈമാറുന്നത്. 3 വർഷത്തോളം മുമ്പാണ് ഹെൽത്ത് കെയർ അസോസിയേഷൻ വിശക്കുന്നവർക്കൊരു പൊതിച്ചോറ് പദ്ധതി ആരംഭിച്ചത്. സ്പോൺസർമാരൊക്കെ ആയെങ്കിലും ദിവസവും ഭക്ഷണം വിതരണം നടത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളായില്ല. ഈ ഘട്ടത്തിലാണ് അസോസിയേഷൻ അംഗമായ PM ഷംസുദ്ദീൻ ഭക്ഷണ വിതരണത്തിനെന്നും ഞാനുണ്ടാവാം എന്ന് പറഞ്ഞത്. പറഞ്ഞ വാക്ക് ഷംസുദ്ദീൻ പാലിച്ചു. അസുഖമായി വിശ്രമിച്ച ഏതാനും ദിവസങ്ങളൊഴികെ മറ്റെല്ലാ ദിവസവും ഷംസുദ്ദീൻ കൈരളി ജംഗ്ഷന് സമീപമെത്തി ആവശ്യക്കാർക്ക് പൊതിച്ചോറ് ലഭിക്കുന്നു എന്നുറപ്പാക്കി. പൊതിച്ചോറ് വിതരണത്തിൻ്റെ 1111 ദിവസ ആഘോഷവേളയിൽ NK അക്ബർ MLA ഷംസുദ്ദീനെ ആദരിച്ചിരുന്നു. താൻ അനുഭവിച്ച വിശപ്പിൻ്റെ കണ്ണീരു നിറഞ്ഞ ഓർമ്മകളാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. കേരളത്തിലെ ഗൾഫ് പ്രവാസത്തിന് തുടക്കമിട്ട നാളുകളായിരുന്നു ആ സംഭവം. ഗൾഫ് സ്വപ്നങ്ങളുമായി മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് ലോഞ്ചിൽ പുറപ്പെട്ട 250ഓളം പേരിൽ ഒരാളായിരുന്നു ഷംസുദ്ദീൻ. നടുക്കടലിൽ എവിടെയോ വെച്ച് പത്തേമാരിയുടെ യന്ത്രം നിലച്ചു. കാറ്റ് പിടിച്ചുള്ള യാത്രയ്ക്കായി പായ വലിച്ചു കെട്ടിയെങ്കിലും ഇല പോലും ഇളകാത്ത നിശ്ചലതയിലായിരുന്നു കടൽ. പത്തേമാരി കിടക്കുന്നത് പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിലായിരുന്നു. 1965 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധകാലമായിരുന്നു അത്. പത്തേമാരിയിലെ കൊടിക്കൂറയെല്ലാം അഴിച്ചുവെച്ചു. മൂളിപ്പറക്കുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബോംബെങ്ങാനും കപ്പലിൽ പതിക്കുമോ എന്നായിരുന്നു പിന്നീടുള്ള ആശങ്ക. ദിവസം കൂടുന്തോറും പത്തേമാരിയിലെ ഭക്ഷണവും വെള്ളവും കുറഞ്ഞു വന്നു. 7 ദിവസം കഴിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിടുകയാണെന്ന് ബോധ്യമായി. ഭക്ഷണം വല്ലപ്പോഴും കിട്ടിയാലായി എന്നതായി പിന്നീടുള്ള അവസ്ഥ. വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാനായി അധികൃതർ അതിൽ ഡീസലിൻ്റെ അംശം കലർത്തി. വിശപ്പും ദാഹവും കൊണ്ട് പൊരിഞ്ഞ നാളുകളായിരുന്നു പിന്നീട്. പലരും അന്ത്യം നടുക്കടലിൽ നിന്നും തന്നെ ഉറപ്പിച്ചു. 38 ദിവസം പത്തേമാരി അവിടെ കിടന്നു. പിന്നെ രക്ഷകനായി കാറ്റെത്തി. എൻജിൻ പ്രവർത്തിപ്പിച്ചതിനേക്കാൾ വേഗത്തിൽ കാറ്റ് പത്തേമാരിയെ കരക്കെത്തിച്ചു. കരയിലെത്തിയ 250 മനുഷ്യജീവനുകളുടെ ഭാവിയും ഒപ്പം കരപറ്റി. ലോഞ്ചിലെ കടൽ കടക്കൽ കാണിച്ച സിനിമകളിലൊന്നും തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ അത്ര തീഷ്ണതയില്ലെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. താൻ ആ ദിവസങ്ങളിൽ അനുഭവിച്ച വിശപ്പിൻ്റെ മായാത്ത ഓർമ്മകളാണ് തന്നെ മുടങ്ങാതെ ഭക്ഷണ വിതരണത്തിനെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ആവിഷ്കരിച്ച വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് എന്ന പദ്ധതി വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഷംസുദ്ദീൻ വഹിക്കുന്നതെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് R ജയകുമാർ പറഞ്ഞു. ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയറിൻ്റെ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ജോസഫ് ബാബു ഇങ്ങനെ ദിവസം ചോറ് കൊടുക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തപ്പോൾ ഒരാളുടെയും പ്രേരണ കൂടാതെ ഒരാളുടെയും നിർബന്ധമില്ലാതെ ഞാൻ കൊടുത്തോളാന്ന് ഏറ്റെടുത്ത ആളാണ് ഞാൻ. അത് ഏറ്റെടുക്കാനുണ്ടായ കാരണം നമ്മൾ ജനിച്ച അന്ന് മുതൽ വിശപ്പ് ദാഹം തുടങ്ങിയിട്ടുള്ള തന്നെയാണ്. അത് അവസാനിക്കാൻ മരിക്കുന്നതോട് കൂടിയിട്ടാണ്. സംഭവമല്ല, 4 ഭാഗം കടൽ. ഭക്ഷണം ഓൾറെഡി ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിൻ്റെ കാര്യം പറയാൻ വേണ്ട. വലിയൊരു ഇരുമ്പിൻ്റെ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അതുള്ളൂ. ഈ ഭക്ഷണം കഴിഞ്ഞു, വെള്ളവും കഴിഞ്ഞു. നമ്മളതിലേക്ക് പൈസ ഉണ്ടായിട്ട് ഒരു ഉപകാരമില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് അത്. പട്ടിണി 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. ബിഷപ്പിനൊരു വിളിയുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ബിഷപ്പിൻ്റെ വിളി അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. മനസ്സിലായ? ആ ബിഷപ്പിൻ്റെ വിളിയാണ് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ ചോറ് കൊടുക്കാൻ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് അതിലൊരു പേരെടുക്കാനോ എനിക്ക് ഇതായിട്ടോ അല്ല. ഈ സംഘടന ഇങ്ങനെ ഒരു പ്രവർത്തനം, ഇങ്ങനെ ഒരു ഉച്ചക്കൊരു പൊതിച്ചോറ് എന്ന ഈ പരിപാടി ആസൂത്രണം ചെയ്ത ഉടനെ ഞാനത് ഏറ്റെടുക്കാൻ കാരണം എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിച്ച 38 ദിവസമാണ് ഞങ്ങളന്ന് കടലിൽ കിടന്നത്. 14-15 ദിവസം കഴിഞ്ഞതിന് ശേഷം പായ കെട്ടിയിട്ട് കാറ്റ് കിട്ടിയിട്ട് ആ കാറ്റിനാണ് പിന്നെ ഞങ്ങൾ അണഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുള്ള ഇതുകൊണ്ടാണ്, ഈ വിശപ്പ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്